ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ്. യുണൈറ്റഡ് നേഷൻസ് സംഘടന ലോകത്തിൻ്റെ സമൃദ്ധിക്കും സമാധാനത്തിനും എല്ലാം വേണ്ടി അതിലംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരു 17 ഗോൾസ് 2030 അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 17 ഗോൾസാണുള്ളത്. അതിൻ്റെ ഓരോ ഗോളിലും താഴെ ടാർഗറ്റ്സ് വരും, ടാർഗറ്റിൻ്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് വരും. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടാണ് 2030 ആകുമ്പോഴേക്ക് ഈ 17 എണ്ണത്തിലും ഓരോ ഗോൾസ് ടാർഗറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം തണലിൻ്റെ ഞാനിതിൽ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ SDGs അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ SOPസും എല്ലാം ട്രൈങ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു SDG അലൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ SDG 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ആ SDG 3 ആണ്, അതിൻ്റെ കീഴിലാണ് നമ്മുടെ ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഔട്ട്കം ഇമ്പ്രൂവ്മെൻറ്റും നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അതിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ SDG 3 aims to ensure healthy lives and promote well-being for all at all ages. It focuses on reducing maternal and child mortality, combating communicable and non-communicable diseases, strengthening health systems and ensuring universal health coverage. അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും സാർവത്രികമായിട്ടുള്ള ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡിസേബിൾ ആയിട്ടുള്ളൊരു കുട്ടിയായാലും നോർമലായിട്ടുള്ളൊരു കുട്ടിയായാലും പൂവറായിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ളൊരു കുട്ടിയായാലും എല്ലാവർക്കും ഒരുപോലെയുള്ള ഹെൽത്ത് ഉറപ്പുവരുത്തുക, ഹെൽത്ത് സിസ്റ്റംസിൻ്റെ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതുപോലെയുള്ള റോബോട്ടിക്സ് അമേരിക്കയിലും അതുപോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങളിലും മാത്രം കിട്ടിയാൽ പോരാ. ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യയിലും നമ്മൾ കുറച്ചുകൂടി കടന്നിട്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ഗോളിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇതുപോലെയുള്ള പീഡിയാട്രിക് ഗേറ്റ് റോബോട്ടിക് സിസ്റ്റമൊക്കെ തണൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പീഡിയാട്രിക് റീഹാബിലിറ്റേഷനിലുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് ടാർഗറ്റ്സ് ആണ്: ചൈൽഡ് മോർട്ടാലിറ്റി ആൻഡ് ഡിസബിലിറ്റി പ്രിവെൻഷൻ, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, non-communicable disease and injuries, strengthening health systems. So by integrating pediatric rehabilitation into health systems, SDG 3 fosters inclusion, improved functionality and long-term well-being for children with disabilities. Robotics, a transformative solutions. എന്നർത്ഥം പറഞ്ഞു, robots offer precise, repetitive and engaging therapy. They can assist with motor skills development, strength training and gait rehabilitation. Robots provide data-driven insights into patient progress, enabling personalized treatment plans. നമ്മൾ ഒരുപാട് സ്കോറിംഗ് സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് പലതും സബ്ജക്റ്റീവാണ്. ഇപ്പോൾ GAS സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന തെറാപ്പിസ്റ്റ് ആദ്യം തന്നെ ഗോൾ സെറ്റ് ചെയ്യും. അത് ആക്ച്വലി ആ തെറാപ്പിസ്റ്റ് ഫിക്സ് ചെയ്യുന്നതാണ്, ഒരു കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഫിക്സ് ചെയ്യുന്നതാണ്. ആ ഗോള് എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് GAS സ്കോറിംഗ് സിസ്റ്റം മെഷർ ചെയ്യുന്നത്. പക്ഷെ അതൊരു സബ്ജക്റ്റീവാണ്. കുറച്ചുകൂടി റോബോട്ടിക്സിലേക്ക് വരുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷനും ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഡയബറ്റീസ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പ്രിസിഷൻ ഡയബറ്റിക് കെയർ എന്നുള്ളതാണ്. എല്ലാ ഓരോ ഡിസീസിനും പ്രിസൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് റോബോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കുറച്ച് എക്സാമ്പിൾസാണ്. MIT മാനോസ് എന്ന് പറയുന്ന റോബോട്ടിക് ആം ഫോർ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ അഡാപ്റ്റഡ് ഫോർ പീഡിയാട്രിക് യൂസ്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. MIT ആക്ച്വലി ബോസ്റ്റണിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. കുറച്ചുകൂടി ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ജോൺസ് ഹോപ്കിൻസിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഹാർവാർഡിലൊരു ഹാക്കത്തോണിന് പങ്കെടുക്കാനുള്ളൊരു അവസരം കിട്ടി. ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇപ്പോൾ നേരത്തെ അഫ്സൽ സംസാരിച്ച പോലെയുള്ള നൂതനമായിട്ടുള്ള IT കാര്യങ്ങളെല്ലാം കുറേ പിള്ളേരെല്ലാം കുറേ ഐഡിയാസ് ആയിട്ട് വരും. എന്നിട്ട് അത് ഡിസ്കസ് ചെയ്ത് അതിനൊരു പ്രൈസ് എല്ലാം കൊടുക്കുന്ന നല്ല രീതിയിലുള്ളൊരു സംഭവമാണ്.
അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു MIT. അപ്പോൾ MIT മാനോസ് അതുപോലെ ARM in 3, a lightweight exoskeleton for upper limb support and movement assistance. ഈ ഡയഗ്രത്തിൽ ഈ പിക്ചറിൽ കാണുന്നത് ARM in 3 എന്ന് പറയുന്ന ഒരു എക്സോസ്കെൽട്ടൺ ഡിവൈസാണ്. ഇത് കുറച്ച് സം ഗ്ലോബൽ മോഡൽസാണ്. ഫസ്റ്റ് പിക്ചർ അതാണ് MIT മാനോസ് ഡെലിവറിങ് തെറാപ്പി ടു എ ചൈൽഡ് വിത്ത് സെറിബ്രൽ പാൾസി. സെക്കൻഡ് വൺ ദ ആൻറ്റി ഗ്രാവിറ്റി മൊഡ്യൂൾ, അത് ബാൾട്ടിമോർ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ എ പേഴ്സൺ വിത്ത് പാർക്കിൻസൺസ് ഡിസീസ് ആൻഡ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പ്രാക്ടീസിങ് വിത്ത് ദ റിസ്റ്റ് റോബോട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഡിയാഗോ, ആൻഡ് ദ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അഫോർഡിംഗ് ഹോൾ ആം ട്രെയിനിങ്, ട്രാൻസ്പോർട്ട് ഓഫ് ദ ആം ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഒബ്ജക്ട്സ്, VA കോപ്പ് സ്റ്റഡി റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ. ഞാൻ ഈ സ്ലൈഡ് വെച്ചിരിക്കുന്നത് വളരെ മുമ്പ് തന്നെ ഗ്ലോബലി ഈ പറയുന്ന റോബോട്ടിക്സും കാര്യങ്ങളെല്ലാം ഓൺ പ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം സ്റ്റഡീസും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, വാട്ട് ആർ ദ ഔട്ട്കംസ്, ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ പ്രോഗ്രഷൻ ഓഫ് ദ കണ്ടീഷൻ, ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഇനി ഇവിടെ ഒരു സ്റ്റഡി നടക്കണമെങ്കിൽ ഇപ്പോൾ പീഡിയാട്രിക് ഗൈറ്റ് തെറാപ്പിയിൽ ഈ റോബോട്ടിക്സ് കൊണ്ട് എന്തെങ്കിലും പ്രോഗ്രഷൻ ഉണ്ടോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തണലിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റിന് എല്ലാവരും കൂടി ഞങ്ങളൊരു ഡിസബിലിറ്റിയുടെ റൂട്ട് കോസൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു സ്റ്റഡി ഒക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അടുത്ത സ്റ്റഡിക്കുള്ള ഒരു സ്കോപ്പും കൂടിയായി. ഇത് ലോവർ ലിം റീഹാബിലിറ്റേഷനുള്ള ഗ്ലോബൽ മോഡൽസാണ്, ലോക്കോമാറ്റും റീവാക്കും. അതിൽ ലോക്കോമാറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് റോബോട്ടിക് ഗൈറ്റ് ട്രെയിനിങ് ഡിവൈസ് ഫോർ ചിൽഡ്രൻ വിത്ത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. ഇതതിൻ്റെ ഒരു സ്റ്റഡിയാണ്, അതിൻ്റെ ഒരു ഔട്ട്കം സ്റ്റഡിയാണ്. തെറാപ്പി വിത്ത് ലോക്കോമാറ്റ് ഫംഗ്ഷനിങ് ആസ് ദ ആക്റ്റീവ് ഗൈറ്റ് ഓർത്തോസിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫോം ഓഫ് സപ്പോർട്ട് ടു സ്റ്റാൻഡേർഡ് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഫോർ പേഷ്യൻസ് വിത്ത് CP. അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനാണ്. റീവാക്ക് അതൊരു എക്സോസ്കെൽട്ടൺ ആണ് ദാറ്റ് എനേബിൾസ് ചിൽഡ്രൻ വിത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ടു സ്റ്റാൻഡ് ആൻഡ് വാക്ക്. ആക്ച്വലി അതൊരു ആർഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർ ഡോക്ടർ അമിത് ഗോഫർ, അദ്ദേഹമാണ് ഈ ഒരു റീവാക്ക് എക്സോസ്കെൽട്ടൺ നമ്മുടെ ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത്. അത് ഒരു പേഴ്സണൽ സ്റ്റോറി ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഹി വാസ് ക്വാഡ്രിപ്ലീജിക് ആൻഡ് ഹി ഫൗണ്ടഡ് ആർഗോ ഇൻ 2001. His goal was to develop a product that would enable persons with spinal cord injuries to walk again. Over the past decade, Argo has grown from a small research and development startup based in Israel to an international company with headquarters in the US, Germany, and Israel. Virtual reality integration. Virtual reality and robotics are increasingly being combined to enhance rehabilitation, particularly for pediatric neurorehabilitation patients. This integration creates interactive, engaging, and highly personalized therapy experiences that improve motor function, cognitive skills, and motivation. VR എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു VR-ഉം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ അതിൽ ഡോക്ടർ അഷീൽ സജസ്റ്റഡ് സം മോഡേൺ സോഫ്റ്റ്വെയർസ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ immersive and gamified therapy. VR creates engaging environments, robotics, assistance, movement. കുറച്ചുകൂടി ഗെയിമിഫിക്കേഷൻ വരുന്ന സമയത്ത് തെറാപ്പി വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ചുകൂടി എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രഡീഷണൽ തെറാപ്പിയിൽ നിന്ന് മാറി ഒരു ഗെയിമിഫിക്കേഷൻ വരും. ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗെയിമിംഗ് മോഡലായിരിക്കും നമ്മുടെ തെറാപ്പി എല്ലാം വരുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഔട്ട്കംസും ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ ടൈം ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റേഷൻ, AI ഡ്രിവൺ റോബോട്ടിക്സ് ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് VR അഡ്ജസ്റ്റ് ഡിഫിക്കൽറ്റി, എൻഹാൻസ്ഡ് എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ, ഗെയിമിഫൈഡ് ടാസ്ക് ഇംപ്രൂവ് അഡ്ഹിയറൻസ് ആൻഡ് ഔട്ട്കംസ്. തെറാപ്പിക്ക് കുറച്ചുകൂടി അഡ്ഹിയറൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു VR-ഉം ഗെയിമിഫിക്കേഷനൊക്കെ സഹായിക്കും. അപ്ലിക്കേഷൻസ് സ്ട്രോക്ക്, സെറിബ്രൽ പാൾസി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഓട്ടിസം റീഹാബിലിറ്റേഷൻ. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ VR-ൻ്റെ സിസ്റ്റംസ് ആണ് AMIO, മൈൻഡ് മോഷൻ Go and Grail. Result: personalized, fun and effective therapy for better recovery. പറഞ്ഞത് തന്നെയാണ് മേക്കിംഗ് തെറാപ്പി ഫൺ ആൻഡ് എഫക്റ്റീവ്. ഗെയിമിഫൈഡ് റോബോട്ടിക് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റിംഗ് ഗെയിംസ് ആൻഡ് challenges to motivate children during therapy. And personalized robotic devices are there.
adapting robots to specific needs and abilities of each child. The impact: transforming lives, improved motor skills, strength and mobility, increased independence and quality of life, enhanced social interaction and emotional well-being, reduced burden on caregivers. Call to action: millions of children require rehabilitation, but access to quality care is often limited. Traditional methods can be time consuming and may not always yield optimal results. SDG 3 alignment: pediatric rehabilitation directly contributes to SDG 3 goals of ensuring healthy lives and promoting well-being of all ages, reducing child mortality and improving overall health. Robotics as a solution: robots provide precise, repetitive, and engaging therapy, assisting with motor skill development, strength training, and gait rehabilitation. They also offer data-driven insights for personalized treatment. Global models and innovation: we have already discussed. Various robotic systems integrating virtual reality enhances engagement, while gamification and personalized devices further improve the therapeutic experience. Benefits and impact: robotic rehabilitation leads to improved motor skills, increased independence, enhanced social interaction, and a better quality of life for children, while also reducing the burden on caregivers. Conclusion: the potential of robotics to advance SDG 3 is immense. By providing accessible, engaging, and effective therapy, robotics can significantly improve the lives of children with disabilities, empowering them to reach their full potential and contributing to a healthier and more inclusive society. Continued research, development, and investment in this field are crucial to maximizing its impact and ensuring that the child have access to the care they need to thrive. So Tanal started a journey to robotics and pediatric rehabilitation, and we are extending our work across India with the World Health Organization collaboration. So I expect because there is a lacuna in the field of disability throughout our country. So I expect Tanal can fill the gap by introducing a new project throughout India with the help of this modern robotics. Okay, Stephen Hawkins: science can lift people out of poverty and cure disease, that in turn will reduce civil unrest. So let it be a good beginning, and all the best for Tanal for a better future. Thank you.